ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. വിശാല സമതല ഭൂവിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് വിശാല സമതല ഭൂവിൽ. അപ്പോൾ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. ഇനി ഇതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിവയാണ്. ഏതൊക്കെയാണ്? ഫാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ മേഖലകളിൽ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് പ്രളയ സമതലങ്ങൾ എന്നാൽ എന്ത് എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കല് ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട സമതലങ്ങൾ രൂപം കൊള്ളുന്നു. കണ്ടോ? ആ ചിത്രത്തിൽ കണ്ടോ? എന്താണ്? പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോഴത്തേക്കും അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നദിയുടെ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. ഇപ്പോൾ കൃഷിയാണല്ലോ അല്ലെ മനുഷ്യൻ്റെ ജീവിതം എന്ത് ചെയ്യുന്നത് നിർണയിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്താണ്? ഈ പ്രളയ സമതലങ്ങളുടെ തീരത്തായിരുന്നു പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് അല്ലേ? സിന്ധു നദീതട സംസ്കാരം ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? അതാണ് കേട്ടോ പറയുന്നത്. ഇനി നമുക്ക് തിരിച്ചു വരാം. എന്താണ് ഫാബർ എന്ന് നമുക്ക് നോക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഫാബർ. അപ്പോൾ ഏത് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ടാണ് നമ്മുടെ ഫാബർ കാണുന്നത്? സിവാലിക് പർവ്വതനിരയ്ക്കാണ്. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഫാബർ എന്ന് പറയുന്നത്. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് നമ്മുടെ ഫാബർ എന്ന് പറയുന്നത്. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറക്കഷ്ണങ്ങളും നിക്ഷേപിക്കപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു ഫാബർ എന്ന് പറയുന്ന സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ എന്തല്ല ദൃശ്യമാകുന്നില്ല. ഓക്കെ. ഇനി കണ്ടോ ഫാബർ മേഖല കണ്ടോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ടെറായ് മേഖല എന്ന് നമുക്ക് നോക്കാം. ഈ ഫാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. അപ്പോൾ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാരണം ഫാബർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വരണ്ട ഭാഗമാണ്, നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നാൽ ടെറായ് എന്ന് പറയുന്നത് ചതുപ്പ് നിലങ്ങളാണ്. ഫാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പുനർജനിക്കുന്നു അല്ലെ? ഫാബർ മേഖലകളിൽ നദികൾ എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ അപ്രത്യക്ഷമാകുന്ന നദികൾ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ടെറായ് മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇനി ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് നമ്മുടെ എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ഫംഗർ കേട്ടോ. ഫംഗർ എന്നാണ് പഴയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്നത്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ഖാദർ. ഖാദർ പുതിയ ഖദറാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഫംഗർ എന്നാണ് വിളിക്കുന്നത്. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്കൽ സമതലങ്ങളുടെ സവിശേഷതയായിട്ട് പറയുന്നതാണ് നമ്മുടെ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകളുണ്ട്, പിന്നെ മണൽ വരമ്പുകളുണ്ട്, ഡെൽറ്റകൾ തുടങ്ങിയവ. അതുപോലെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, ബ്രൈഡഡ് സ്ട്രീംസ്, നമ്മുടെ വലയങ്ങൾ, മിയാണ്ടേഴ്സ്, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും നമ്മുടെ എക്കൽ സമതലങ്ങളുടെ സവിശേഷതയാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് എക്കൽ സമതലങ്ങളുടെ സവിശേഷതകൾ?
നദീജന്യ ദ്വീപുകൾ കാണപ്പെടുന്നു. മണൽവരമ്പുകൾ, ഡെൽറ്റകൾ, അതുപോലെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ, ഇതൊക്കെ നമ്മുടെ എക്കൽ സമതലങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു. കണ്ടോ, ഇതാണ് ആ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതിനു മുൻപ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടകൾ, മണൽവരമ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും എന്താണ്? താരതമ്യേന വളരെ കുറവാണ്. അതുകൊണ്ട് അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ നദീചാലുകളിലുള്ള ദ്വീപുകളെയാണ് നദീജന്യ ദ്വീപുകൾ എന്ന് പറയുന്നത്. വശങ്ങളിലെ തിട്ടകളാണ് നീർച്ചാൽ തിട്ടകൾ എന്ന് അറിയപ്പെടുന്നത്. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് നമ്മുടെ മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മണൽ വരമ്പുകൾ എന്താണ്? പൊടിമണല്, മണല്, ചരല് എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. കണ്ടോ, നമ്മുടെ ഹിമാലയം കഴിഞ്ഞ് അതിന് തൊട്ടടുത്തായിട്ടാണ് ഫാബർ കഴിഞ്ഞിട്ടാണ് ടെറായി വരുന്നത്. പിന്നെ കാണുന്നതാണ് നമ്മുടെ എക്കൽ സമതലങ്ങൾ കേട്ടോ. എക്കൽ സമതലം, അതിനെ തന്നെ പുതിയ എക്കൽ സമതലത്തെ ഖാദർ എന്നും പഴയ എക്കൽ സമതലത്തെ ഫംഗർ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തോട് ഏറ്റവും ചേർന്ന് കാണുന്നത് ഫാബറാണ്. അധികം ഫലഭൂയിഷ്ടിയൊന്നുമില്ലാത്ത പ്രദേശമാണ് ഫാബർ എന്ന് പറയുന്നത്. നദികളൊന്നും അവിടെ ഒഴുകുന്നില്ല. ടെറ എന്ന് പറയുന്നത് ചതുപ്പ് പ്രദേശമാണ്. എന്നാൽ അത്യാവശ്യം ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമാണ് നമ്മുടെ എക്കൽ സമതലങ്ങൾ, അല്ലെ? ഖാദറും ഫംഗറും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി എന്താണ് ഡെൽറ്റകൾ എന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റകൾ, ചിത്രവും കൂടെ നോക്കണേ. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനത്തിലാണ് ഒഴുകുന്നത്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങളെയാണ് ഡെൽറ്റകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ഡെൽറ്റകൾ. നമ്മുടെ ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് കിട്ടിയത്. കണ്ടോ, ചിത്രത്തിൽ ത്രികോണാകൃതി ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടത്തെ തന്നെ നൈസർഗിക സസ്യജന്തു ജാലങ്ങൾ, അതുപോലെ മണ്ണ്, കൃഷിവൈവിധ്യം, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയെ. ഇനി നമുക്ക് ഉത്തരമഹാസമതലത്തിലെ പ്രധാന കാലാവസ്ഥാ സവിശേഷതകൾ പരിചയപ്പെടാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ, അതുതന്നെയാണ് ഉത്തരമഹാസമതലത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് ശൈത്യകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ശൈത്യകാലം. അപ്പോൾ ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം ആരംഭിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങളാണ് ഡിസംബറും ജനുവരിയും. അപ്പോൾ തണുപ്പേറിയ മാസങ്ങൾ ഏതൊക്കെയാണ്? ഡിസംബറും ജനുവരിയും. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഈ ഒരു സമയത്ത് അതിശൈത്യം അനുഭവപ്പെടുന്നത് എന്നതിനുള്ള കാരണം പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിച്ച് തരാനായിട്ടുള്ള ചാൻസ് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം എന്നതിന് പകരം ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധഗോളം എന്ന് തന്നേക്കാം. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ അതിശൈത്യം അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനവുമാണ്. ഇനി ഈ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട്. ഇനി ഉഷ്ണകാലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉഷ്ണകാലം മാർച്ച് മാസത്തോടെയാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്?
ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി ഉത്തരേന്ത്യൻ സമതലത്തിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത് അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുമുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ഈ ഉഷ്ണക്കാറ്റിന്റെ പേരെന്താണ്? ലൂ എന്നാണ് ഈ ഒരു ഉഷ്ണക്കാറ്റിന്റെ പേര് എന്ന് ഓർത്തിരിക്കുക. ഇനി പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകളും സാധാരണമാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസവും ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൂ മറക്കരുത്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം കേട്ടോ. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് രൂപം കൊള്ളുന്നുണ്ട്? ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട്. ന്യൂനമർദ്ദം. അപ്പോൾ ഈ ന്യൂനമർദ്ദമാണ് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. 2 ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ശാഖകൾ എന്ന് ചോദിച്ചാൽ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയുമുണ്ട്, തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അതുപോലെ ബംഗാൾ ഉൾക്കടൽ ശാഖയും ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ശാഖകൾ? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയും വരുന്നുണ്ട്, ബംഗാൾ ഉൾക്കടൽ ശാഖയും വരുന്നുണ്ട്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായി പിരിയുന്നു. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ ലഭിക്കുന്നുണ്ട് കണ്ടോ. ഇത് 2 ശാഖകളായിട്ട് തിരിഞ്ഞ്, ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ശാഖകളായിട്ട് തിരിഞ്ഞ് ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിൽ വൻതോതിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാണ് നമ്മുടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ പെയ്യാനായിട്ട് കാരണമാകുന്നത്. ഇത് അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇവർ രണ്ടുപേരും കൂടിച്ചേരുന്ന കാര്യമാണ് പറയുന്നത്. ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത്. ഇനി വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റി നോക്കാം. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ എന്ത് ചെയ്യും? തെക്കോട്ട് പിൻവാങ്ങും. ഇതിനെ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നു, അല്ലെ റിട്രീവൽ ഓഫ് മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഇതിന് പേര് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന പേര് കിട്ടിയത് കേട്ടോ. അപ്പോൾ കാറ്റ് എവിടെ നിന്നാണോ അല്ലെങ്കിൽ ഏത് ദിശയിൽ നിന്നാണോ വീശുന്നത് അതിനനുസരിച്ചാണ് കാറ്റിൻ്റെ പേരെന്ന് മുൻപത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വടക്ക് കിഴക്ക് നിന്ന് വീശുന്നത് കൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ എന്താക്കുന്നു? ദുസ്സഹമായി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടോബർ ചൂട്. ഒക്ടോബർ ചൂട് അല്ലെ ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ശൈത്യകാലത്താണ് അനുഭവപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ടോപ്പിക്ക് മാത്രം മതി കേട്ടോ. നമ്മുടെ കാലാവസ്ഥയും പിന്നെ അതുപോലെ ഫാബർ, ടെറായ്, എക്കൽ സമതലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്, ഓർത്തിരിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറച്ച് കണ്ടന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടന്റ് കൂടുതലാകുമ്പോൾ നമുക്ക് പഠിക്കാനും ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാവും, പക്ഷെ പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് വീഡിയോ ഷോർട്ടായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഉത്തരമഹാസമതലത്തിലെ കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത്. ആദ്യ ചാപ്റ്റർ എന്താണ് ഉത്തരപർവ്വത മേഖലയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉത്തരമഹാസമതലമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ പുതിയ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്ന കാര്യം നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.